കാനന പൊയ്കയിൽ കളഭം കലക്കാൻ മാനം വിട്ടിറങ്ങിയ പൂനിലാവേ. അറിയപ്പെടാത്ത രഹസ്യം എന്ന സിനിമയിലെ ഗാനരംഗമാണിത്. പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത് കുട്ടിക്കാനം പീരുമേട് തേക്കടി ഭാഗങ്ങളിലായിരുന്നു. ഇപ്പോൾ പ്രവർത്തനമില്ലാത്ത പീരുമേട് ഗസ്റ്റ് ഹൗസിലായിരുന്നു അന്ന് സിനിമാക്കാർ താമസിച്ചിരുന്നത്. നസീർ സാറും ജയൻ സാറും ഒരു മുറിയിലായിരുന്നു താമസം. ആ ഗസ്റ്റ് ഹൗസിൽ നിന്നായിരുന്നു ജയൻ സാറിന്റെ അവസാന യാത്ര. കുട്ടിക്കാനത്ത് നിന്നും പീരുമേട്ടിലേക്ക് പോകുന്ന വഴിയിൽ അഴുത എന്ന സ്ഥലത്ത് നിന്നും വലത്തേക്ക് തിരിഞ്ഞാൽ ആളും അനക്കവുമില്ലാതെ കിടക്കുന്ന ഈ ഗസ്റ്റ് ഹൗസ് നമുക്ക് കാണാൻ സാധിക്കും. നവംബർ 10 മുൻപ് പറഞ്ഞ ഗാനരംഗം ചിത്രീകരിച്ചത്. ഇതിന്റെ ലൊക്കേഷൻ കുട്ടിക്കാനത്ത് നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ആഷ്ലി എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ആയിരുന്നു. 1868 ഇംഗ്ലീഷ് വംശജരായ ബേക്കർ കുടുംബം നിർമ്മിച്ച ഈ ബംഗ്ലാവിൽ ഇയോബിന്റെ പുസ്തകം ഉൾപ്പെടെ നിരവധി മലയാളം തമിഴ് സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ജയനും ജയഭാരതിയും ഈ പാട്ടിനു വേണ്ടി അഭിനയിച്ചു നടന്നത് ഈ ബംഗ്ലാവിന്റെ മനോഹരമായ പരിസരങ്ങളിലായിരുന്നു. അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ജയൻ എന്നേക്കുമായി ഈ ഹൈറേഞ്ചിൽ നിന്നും യാത്ര പറഞ്ഞുപോയി. 4 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ആഷ്ലി ബംഗ്ലാവിനോ എസ്റ്റേറ്റിന്റെ ചുറ്റുമതിലിനോ ഒരു മാറ്റവുമില്ല. മതിലിനടുത്തുള്ള ഇരിപ്പിടം ഒരുപാട് സന്ദർശകർക്ക് വിശ്രമിക്കാൻ ഇടമൊരുക്കി അവിടെ തന്നെയുണ്ട്. ഈ ഗാനരംഗത്തിൽ കാണുന്ന ഇവിടെ ജയൻ സാറും ഒരുപക്ഷെ ഷൂട്ടിങ്ങിനിടയിൽ വിശ്രമിച്ചിട്ടുണ്ടാവും. സിനിമയിൽ കാണുന്ന മതിൽക്കെട്ടിന് താഴെയുണ്ടായിരുന്ന ചെറിയ മരങ്ങളൊക്കെ ഇന്ന് വടവൃക്ഷങ്ങളായി. ജയന്റെ പുറകിലായി കാണുന്ന ആ വലിയ മരം ഇന്നും അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. അങ്ങ് ദൂരെയായി ഫിലിമിൽ പതിഞ്ഞ മഞ്ഞു പുതച്ച മലനിരകൾക്കും ഒരു മാറ്റവുമില്ല. ഒന്നിനും മാറ്റമില്ലാതെ എല്ലാം അങ്ങനെ തന്നെയുണ്ട്. ഒരാളൊഴികെ, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ജയൻ സാർ. ഒരു ക്യാൻവാസിലെ ചിത്രത്തിൽ നിന്നെന്ന പോലെ അദ്ദേഹം മാഞ്ഞുപോയി. നിശബ്ദമായ ഈ താഴ്വര പോലും ഒരുപക്ഷെ ജയൻ സാറിന്റെ വിയോഗത്തിൽ നൊമ്പരപ്പെട്ടിട്ടുണ്ടാകും. ജയൻ സാറിന്റെ പാദസ്പർശമേറ്റ ഈ സ്ഥലത്തിന്റെ ചിത്രത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ മനസ്സിലേക്ക് ഒരു നൊമ്പരം അരിച്ചു കയറും. എന്നെങ്കിലും കുട്ടിക്കാനം വഴി കടന്നു പോവുകയാണെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക. ആ വലിയ മനുഷ്യന്റെ ഓർമ്മകളിൽ അല്പസമയം ചിലവഴിക്കാൻ ഈ മനോഹരമായ പ്രകൃതി നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഒപ്പം ജയൻ സാറിന്റെ നിശബ്ദ സാന്നിധ്യവും.